തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ അദ്ദേഹം ഇങ്ങനെ രാവിലെ ഇറങ്ങിയിരിക്കുക. നമ്മൾ രാവിലെ അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ഇതാ ഇപ്പോഴാണ് കിട്ടിയത്. നല്ല ചൂടായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രചാരണത്തിനും അധികം സമയമില്ലായിരിക്കും അല്ലേ? സമയം കുറവാണ്, വളരെ സമയം കുറവാണ്. ഞാൻ ഒരുപാട് ഇലക്ഷന് പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷേ ഇത്രയും ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ഒരു അസംബ്ലി ഇലക്ഷന്റെ കാലഘട്ടം വന്നത് ഇപ്പോഴാണ്. വളരെ സമയം കുറവാണ്. ഇപ്പം ഇവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇത്തവണ നിയമസഭയിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിലിലേക്ക് പോവുകയാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഏകോപനവും കാര്യങ്ങളും? അല്ലേ, ഞാൻ 25 വർഷം തൃശ്ശൂർ കോർപ്പറേഷനിലെ തുടർച്ചയായിട്ട് കൗൺസിലറാണ്. 2000 കോർപ്പറേഷനായിട്ട് രൂപീകരിച്ച അന്ന് മുതൽ ഈ 25 വർഷം തുടർച്ചയായിട്ട് കൗൺസിലറാണ്. ഒരു വർഷം 9 മാസം മേയറാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25 വർഷ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് എല്ലാ മുക്കും മൂലയും അറിയാം, എല്ലാവരെയും അറിയാം. നേരിട്ട് പേര് വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമുണ്ട്, വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മാത്രമല്ല മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ തന്നെ എണ്ണി പറയാനുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമാണ്. ഞാനിപ്പോൾ ഇന്ന് ഓരോരുത്തരെ കാണാൻ പോകുമ്പോഴും ഇപ്പം ഈ അമ്പലത്തിലെ ഈ മാനേജരെയും അവിടെ പ്രസിഡന്റിനെയും കണ്ടപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനമാണ് അവർ എണ്ണി പറയുന്നത്. അവർ ഓർക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം. അപ്പോൾ 4 നൂറ്റാണ്ടായിട്ട് തൃശ്ശൂരിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലുണ്ട്. കൈവെള്ള പോലെ തൃശ്ശൂരിനെ അറിയാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് LDF അവരുടെ നിലവിലെ MLA സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? അത് രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ്, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സമീപത്തുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒരു CPIയുടെ ഒരു MLA നിർത്തുകയും മറ്റൊരു MLA വേണ്ടാന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ അവരുടെ MLA നന്നായി പ്രവർത്തിച്ചിട്ടില്ല, വേണ്ടതൊന്നും ചെയ്തില്ല എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളാണ് അപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ബന്ധങ്ങൾ വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണുക. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണത്? പത്മജേച്ചി അപ്പുറത്ത് നിൽക്കുമ്പോൾ പൽപ്പേജി കോൺഗ്രസിലായിരുന്ന കാലഘട്ടങ്ങളിൽ പൽപ്പേജിക്ക് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വർക്കിങ്ങിനുള്ള കമ്മിറ്റിയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ പോലും പൽപ്പേജി പരാജയപ്പെട്ട സമയത്ത് പോലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നല്ല ലീഡ് അന്ന് പൽപ്പേജിക്ക് ലീഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൽപ്പേജി തോറ്റു. പക്ഷെ പൽപ്പജ വേണുഗോപാൽ ഇന്ന് കോൺഗ്രസ് ഇല്ല. പൽപ്പജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പോലും പൽപ്പജ വേണുഗോപാൽ കോൺഗ്രസുമായി ഇപ്പോൾ യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശത്രുവാണ് BJP. ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് പത്മ ചേച്ചിയെ കണ്ടത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം കട്ട സപ്പോർട്ടുമായിട്ട് രാജൻ ജെ പല്ലൻ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ എന്നോട് പറയാം, അവിടെ പോയി ചോദിക്കണം കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. അത് ഞാനിപ്പോൾ ചോദിക്കാതിരിക്കുന്ന മോശമല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. അതായത് എൻ്റെ ഡിവിഷൻ ഗാന്ധിനഗർ ഡിവിഷനാണ്. ആ ഡിവിഷനിൽ പൽപ്പേജിയുടെ ഒരു സമ്മേളനം ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ നേതൃത്വം കൊടുത്തു. അവിടെ പൽപ്പേജിക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ മൂല്യം കൊണ്ട് അവിടെ ലീഡുണ്ടായിരുന്നു. പിന്നെ പരാജയമൊക്കെ അവർ വിലയിരുത്തണം. അത് രാഷ്ട്രീയ സാഹചര്യമാണ്. പരാജയപ്പെടുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുക, വിജയിക്കുമ്പോൾ എൻ്റെ കഴിവുകൊണ്ടെന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാപ്പരത്തമാണ്. തൃശ്ശൂരിന്റെ ഒരു ആവശ്യങ്ങൾ എന്തൊക്കെ? ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സമരമൊക്കെ നടത്തിയെന്ന് നമ്മൾ കണ്ടു. അപ്പൊ നിലവിലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവിടെ പരിമിതി ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്? തൃശ്ശൂർ കോർപ്പറേഷനിലാണ്, തൃശ്ശൂർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഡെപ്യൂട്ടി മേയറാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDF ആണ് ഭരിച്ചത്. ആ LDFന്റെ ഭരണം ഒരു 20 വർഷം 25 വർഷം പുറകോട്ട് നയിച്ചു. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ദിവാഞ്ചി മൂലം മേൽപ്പാലം കൊണ്ടുവന്നത്. കെ കരുണാകരൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴാണ് പാട്രാക്കിൽ ഒരു മേൽപ്പാലം കൊണ്ടുവന്നത്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ മേൽപ്പാലം വന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കൗൺസിലർമാരും തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ്, UDF തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോയി കാണാം, റെയിൽവേ മേൽപ്പാലം കോർപ്പറേഷനാണ് പണിതത്. അതെന്താ വെച്ചാൽ അവിടെ KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ ശക്തൻ ബസ് സ്റ്റാൻഡ്, അവിടെ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, വണ്ടികൾക്ക് സഞ്ചരിക്കുക. അങ്ങനെ ഒരു വലിയൊരു വികസന മുന്നേറ്റം നടത്തി. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ MO റോഡ് എന്ന് പറയുമ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ 1250 വർഷം പഴക്കമുണ്ട് വടക്കുനാഥ ക്ഷേത്രം. ആ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് നേരെ നോക്കിയാൽ, തെക്കേ ഗോപുരം തന്നെ നോക്കിയാൽ ശക്തൻ ബസ് സ്റ്റാൻഡ് കാണുന്ന രീതിയിലാണ് ഇവിടെ പൂർവികരെ തൃശ്ശൂരിനെ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഒരു ബോട്ടിൽ നെക്കായിരുന്നു.
പട്ടാളം കൊടുത്ത ബോട്ടിൽ നെക്കായിരുന്നു. ആ ബോട്ടിൽ നെക്ക് പൊളിച്ച് പോസ്റ്റ് ഓഫീസിന് സ്ഥലം കൊടുത്ത് പോസ്റ്റ് ഓഫീസിനെ മാറ്റി, BSNL ഉണ്ടായത് BSNL മാറ്റി, മാരിയമ്മൻ കോവിൽ ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിന്റെ ഭാഗം പോലും നമ്മൾ പൊളിച്ച് തന്ന് ആ സ്ഥലം വീതി കൂട്ടിയത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അന്ന് ഞാൻ മേയറായിരുന്നു. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ വാക്ക് തരുന്നു, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ജനപ്രിയ പദ്ധതികളുമായി പ്രവർത്തന കലണ്ടറിട്ട് ഇവിടെയുള്ള ജനങ്ങളുമായി സംസാരിച്ച് പ്രവർത്തന കലണ്ടറിട്ട് ജനപ്രിയ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കും. ഓക്കെ, നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.